നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീസ് ലവർ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 പൈനാപ്പിളാണ്. 2 പൈനാപ്പിളും നല്ലപോലെ കഴുകി തൊലി കളഞ്ഞെടുക്കാം. തൊലി കളയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ കറുത്ത ഭാഗം പൂർണ്ണമായും ചെത്തിക്കളയേണ്ടതാണ്. ചിലയിടത്തൊക്കെ ഇതിന് മൂക്ക് എന്നാണ് പറയാറ്. ഈ ഭാഗം കഴിച്ചാൽ നാക്കിന് ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറുത്ത ഭാഗം പൂർണ്ണമായി ചെത്തിക്കളയാം. അങ്ങനെ വൃത്തിയാക്കിയ പൈനാപ്പിൾ മുറിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്തിരിക്കുന്ന പൈനാപ്പിൾ ഒരു അരിപ്പയുടെ സഹായത്തോടെ അരിച്ചെടുക്കാം. വലിയ അരിപ്പയിൽ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് അരിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ അരിച്ചെടുത്ത പൈനാപ്പിൾ ഒരു പാത്രത്തിൽ അളന്നെടുക്കാം. കാരണം അതേ അളവിലാണ് നമ്മൾ പഞ്ചസാര ചേർക്കാൻ പോകുന്നത്. ഇങ്ങനെ എടുത്തിരിക്കുന്ന പൈനാപ്പിൾ ഒരു ഉരുളിയിലേക്ക് ചേർത്ത് തിളയ്ക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു വലിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ പഞ്ചസാരയും ചേർക്കാം. ഇളക്കി കൊടുത്ത് തിളയ്ക്കാൻ അനുവദിക്കുക. തുടർച്ചയായി ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കറുവാപ്പട്ടയും ഏലക്കയും ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ 2 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ടയും 2 ഏലക്കയാണ് ചേർക്കുന്നത്. ഏലക്ക ചേർക്കുമ്പോൾ അതിൻ്റെ വായ ഭാഗം ഒന്ന് പൊട്ടിച്ചിട്ടിടാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ രുചിയെല്ലാം ജാമിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ആണ്. തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 15 മിനിറ്റാണ് ഇളക്കി കൊടുത്തിരിക്കുന്നത്. നമ്മളെടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പവും പൈനാപ്പിളിൻ്റെ എണ്ണമൊക്കെ അനുസരിച്ചിരിക്കും സമയം. 15 മിനിറ്റായപ്പോൾ ജാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കാം. ജാം തണുത്ത് കഴിയുമ്പം കട്ട പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ലത് കട്ടയായിരിക്കുന്ന ജാമാണ് താല്പര്യമെങ്കിൽ പൈനാപ്പിൾ ജാം ഉണ്ടാക്കുമ്പോൾ നാരങ്ങ നീര് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം ഇതിൽ ചേർത്തിരിക്കുന്ന കറുവാപ്പട്ടയും ഏലക്കയും എടുത്തു മാറ്റാവുന്നതാണ്. അതോടൊപ്പം തന്നെ തീ ഓഫാക്കി ഇത് ആറാൻ വെക്കാം. ഇങ്ങനെ ആറുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പകുതി തണുത്തിരിക്കുകയാണ്. പകുതി തണുത്തപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ്. കുറച്ചും കൂടി തണുക്കാനുണ്ട്. പാത്രത്തിൽ അധികം പിടിച്ചിരിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ പാത്രത്തിൽ പിടിക്കാതിരുന്നോളും. നല്ലതുപോലെ തണുത്തതിന് ശേഷം നല്ലപോലെ വൃത്തിയാക്കി ഉണക്കിയെടുത്ത കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾ കൂടുതൽ കാലം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ജാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല, നല്ലതുപോലെ ഉണങ്ങിയ സ്പൂൺ ജാം എടുക്കുന്നതിന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ കൂടുതൽ കാലം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഇത് തണുത്ത് കഴിയുമ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഇതിലും കട്ടയായിട്ടുള്ള ജാമാണ് താല്പര്യമെങ്കിൽ അല്പം നേരം കൂടി ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർക്കാതിരിക്കുകയോ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ കാണുന്നതിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.